അടുത്തത് കണ്ണൂരിൽ നിന്നുള്ള ടി.ഒ. മോഹനൻ, കണ്ണൂരിൻ്റെ ജനപ്രതിനിധി ടി.ഒ. മോഹനൻ 18,551 വോട്ടുകൾക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് ടി.ഒ. മോഹൻ എത്തുന്നത്. സഭയിൽ ഇത് ആദ്യമാണ്. ടി.ഒ. മോഹൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുൻ മേയർ കൂടിയാണ്. ടി.ഒ. മോഹൻ കെ സുധാകരനെ മാറ്റി നിർത്തിയാണ് ഈ സ്ഥാനാർത്ഥിത്വം വന്നത്. വലിയ വിവാദമായിരുന്നു. പക്ഷേ അപ്പോഴും ടി.ഒ. മോഹനൊപ്പമുണ്ടാവും ഞാൻ എന്ന് കെ സുധാകരൻ വാക്കു കൊടുത്തിരുന്നു. ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നു. കണ്ണൂരുകാരനായ അടിമുടി കണ്ണൂരുകാരനായ ടി.ഒ. മോഹനൻ. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കണ്ണൂരിൻ്റെ ജനപ്രതിനിധിയാണ്. നിയമസഭയിൽ ഇതാദ്യമായി എത്തുന്നു. 18,551 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കണ്ണൂർ മണ്ഡലം കൊടുത്തത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന കഴിഞ്ഞ തവണത്തെ മന്ത്രിയാണ് പരാജയപ്പെടുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ്റെ മുൻ മേയറായുള്ള പരിചയമുണ്ട്. കെ സുധാകരൻ ഇല്ലെങ്കിലും കണ്ണൂരിനെ നയിക്കാൻ തൻ്റെ പോരാളിയാണ് എന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞിരുന്നു. കെ സുധാകരൻ എല്ലാ പിന്തുണയും പിന്നീട് ടി.ഒ. മോഹന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ടി.ഒ. മോഹനൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നത്. നിയമസഭയിലെ കന്നി അംഗത്തിൽ തന്നെ കണ്ണൂർ ടി.ഒ. മോഹനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുകയായിരുന്നു. ശ്രീ എ.സി. മൊയ്തീൻ. എ.സി. മൊയ്തീനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. UDF തരംഗത്തിലും കുന്നംകുളം വീഴാതെ നിന്നത് എ.സി. മൊയ്തീൻ്റെ ജനപ്രിയതയിലാണ്. 4,563 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇക്കുറി എ.സി. മൊയ്തീന് കുന്നംകുളം കൊടുത്തത്. പരാജയത്തിന് തൊട്ടരികിൽ നിന്ന് എ.സി. മൊയ്തീൻ തിരിച്ചു വരികയായിരുന്നു. P.T. അജയ് മോഹനെയാണ് പരാജയപ്പെടുത്തുന്നത്. നിയമസഭയിൽ 5ാം തവണയാണ് എ.സി. മൊയ്തീൻ. മുൻ മന്ത്രിയായിരുന്നു. CPM സംസ്ഥാന സമിതി അംഗമായിരുന്നു. നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം എ.സി. മൊയ്തീൻ കുന്നംകുളത്തിൻ്റെ MLA സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നിയമസഭയിൽ ഇത് 5ാം തവണയാണ്. മുൻ മന്ത്രിയായിരുന്നു. 4,563 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDFൻ്റെ P.T. അജയ് മോഹനെ പരാജയപ്പെടുത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന എ.സി. മൊയ്തീൻ കുന്നംകുളത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത്. CPMൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. SFIയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശം. KSYF വടക്കാഞ്ചേരി മുൻ ഏരിയ സെക്രട്ടറിയായിരുന്നു. DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു എ.സി. മൊയ്തീൻ. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പലതവണ അന്വേഷണ ഏജൻസികൾ വേട്ടയാടിയെങ്കിലും ഒരു തെളിവും കണ്ടെത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ കഴിയാതെ പോയി. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതും നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടി എ.സി. മൊയ്തീൻ കുന്നംകുളത്തിന് ഹൃദയം കവർന്നു വരുന്നു. നോക്കൂ, പാർട്ടിയിലെ 2 സഖാക്കൾ, ഒരു മുൻ സഖാവായ ജി സുധാകരനും ഇപ്പോൾ എ.സി. മൊയ്തീനും പരസ്പരം കൈകൊടുക്കുന്നു. അടുത്തത് കുറുക്കുളി മൊയ്തീൻ, തിരൂർ MLA ആണ്. തിരൂർ MLA കുറുക്കുളി മൊയ്തീൻ 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാനെ തോൽപ്പിച്ചു. നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും എന്റെ സിട്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കുറുക്കുളി മൊയ്തീൻ തിരൂർ MLA ആണ്. 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കായിക വകുപ്പ് മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയത്. 24,137 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തിരൂർ നൽകിയത്. നിയമസഭയിൽ ഇത് 2ാം തവണയാണ്. MSFയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശം. മുൻ താനൂർ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. യൂത്ത് ലീഗിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റും ലീഗ് ദേശീയ കൗൺസിൽ അംഗവും പ്രവർത്തക സമിതി അംഗവുമായിരുന്നു കുറുക്കുളി മൊയ്തീൻ. തിരൂരിൻ്റെ MLA MSFയിലൂടെ രാഷ്ട്രീയത്തിലെത്തി. അവിടെ നിന്ന് 2ാം തവണ നിയമസഭയിലേക്ക് എത്തുന്നു കുറുക്കുളി മൊയ്തീൻ, തിരൂർ MLA.